വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡർ ഓപ്ഷൻ ട്രേഡർ, ഞാൻ നിങ്ങളുടെ ഗുരുജി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഇന്ന് 19-ാം തീയതിയാണ്. രാവിലെ 7:43 AM ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് ഈ കാണുന്ന ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളുടേതായ ലെവലിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ ഇടത് സൈഡിലുള്ളത്, ലെഫ്റ്റ് സൈഡിലുള്ളത് സ്പ്ലിറ്റ് പ്രൊഫൈൽ എന്ന് പറയും. അതായത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ ടൈം ഫ്രെയിം ഇടുമല്ലോ, 15 മിനിറ്റ്, 30 മിനിറ്റ്, 5 മിനിറ്റ്. അതേപോലെ 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഈ ലെറ്റേഴ്സ് ഇതിനകത്ത് കാണുന്നത്. റൈറ്റ് സൈഡിലുള്ളത് ആ പ്രൊഫൈലാണ്, ആ ദിവസത്തിൻ്റെ. ഒരു ദിവസത്തിൻ്റെ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണുമോ അതേപോലെയാണ് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഇട്ടേക്കുന്നത് പ്രൊഫൈൽ. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ലൈവ് ഒബ്സർവേഷൻ കൊടുക്കാറുണ്ട്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ കുറിച്ച് ലൈവ് ഒബ്സർവേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇന്നലെ അത് കൊടുക്കുകയും രാവിലെ ഒരു നല്ലൊരു ഈ താഴോട്ടുള്ള ഒരു ഫോളോ, അതായത് ഈ ഡി പീരീഡ് ഈ പീരീഡിൻ്റെ ഒരു ഫോളോ ക്യാപ്ചർ ചെയ്യാനും പറ്റി. അതിനുശേഷം റിവേഴ്സലായി. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ നിഫ്റ്റി 50 ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ്, ഏത് സ്റ്റോക്കോ സ്ക്രിപ്റ്റോ ആണെങ്കിലും നമുക്കത് ഒരു ദിവസം 2 ഓപ്പർച്യൂണിറ്റിയേ തരുള്ളൂ. മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട്, ഇങ്ങനെ 2 ഓപ്പർച്യൂണിറ്റി മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഒരു ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു സൈഡിലുള്ള മൂമെൻറ്റം കിട്ടും. ഓക്കെ, ഇന്ന് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്ന് 19-ാം തീയതി, നാളെ എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയാണ്. അതുകൊണ്ട് ഇന്ന് അതിന് സാധ്യതകൾ കൂടുതലാണ്. അത് എന്താണ് കൂടുതൽ എന്ന് പറയാൻ കുറേ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാല്യൂ ഏരിയയും ഇതിനകത്തുള്ള ഈ POCയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഈ പ്രൊഫൈലും നമ്മൾ നോക്കാറുണ്ട്. തലേദിവസത്തെ പ്രൊഫൈൽ എങ്ങനെയാണ് അതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ളത്. ഈ എഫ് പീരീഡ് എന്നുള്ള ബൈയിങ് നല്ല ബൈയിങ് ആണ് കാണിക്കുന്നത്. ഇന്നലെ ഒരു റിവേഴ്സൽ ഉണ്ടായിരുന്നല്ലോ. റിവേഴ്സൽ നമുക്ക് രാവിലെ ഒരു 11:15 ഒരു റിവേഴ്സൽ ഉണ്ടായിരുന്നു. അത് ഒരു നല്ലൊരു റിവേഴ്സലാണ്, നല്ലൊരു ബൈയിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ 47,460 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായി. ഇന്നലത്തെ ഓപ്പൺ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൽ പീരീഡിൻ്റെ ലോ ഇന്നലത്തെ ഓപ്പൺ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്. ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ആയെങ്കിൽ ഒരു ഓപ്പൺ ഡ്രൈവ് അല്ലെങ്കിൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് നോക്കാവുന്നതാണ്. ഇന്നലത്തെ വാല്യൂ ഏരിയയുടെ മുകളിൽ ഇതാണ് വാല്യൂ ഏരിയ, അതായത് 46,830 എന്ന് പറയുന്നത് വാല്യൂ ഏരിയ ഹൈ ഇന്നലത്തെ. സോ ഇതിൻ്റെ മുകളിലോ മറ്റോ ഓപ്പൺ ആവുകയും ഓപ്പൺ ഡ്രൈവ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് 47,250 എന്ന് നോക്കാവുന്നതാണ്. വൺ സൈഡ് മാർക്കറ്റ് മുകളിലോട്ട്. അതല്ല, ഈ വാല്യൂ ഏരിയക്കകത്ത് ഇതിനകത്തൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, കുറേ നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നു, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 46,650 അവിടെയൊക്കെ 650, 680 ഈ ലെവലിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് തന്നെയാണ് ഇന്ന് നോക്കുന്നത്. താഴോട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് നോക്കുന്നില്ല. ഇന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ലൈവ് മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ 250 പറയാൻ കാരണം ഇതാണ്, ഈ ഉള്ള ഈ അനോമാലിയൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ഈ ഗ്യാപ്പ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്യാപ്പൊക്കെ, ഈ 250 എന്നുള്ള ഈ വാല്യൂ ഏരിയയുടെ ഈ ലെവലൊക്കെ നമുക്ക് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ റീച്ച് ചെയ്ത് റീടെസ്റ്റ് ചെയ്യാനും അവിടത്തേക്ക് ബിസിനസ് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട്. അതായത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയും. അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചറിലുണ്ട്. അതുകൊണ്ട് വൺ സൈഡ് മാർക്കറ്റ് മുകളിലോട്ടാണ് നോക്കുന്നത്. ഇത് നോക്കുന്നവർക്ക്, ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുന്നവർക്ക് ഇത് ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തിട്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. കണ്ടതിൽ നന്ദി, നമസ്കാരം. പോണേന് മുന്നേ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നന്ദി, നമസ്കാരം.